ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇടയ്ക്ക് ആമസോണിൽ നിന്നും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓർഡർ ഇട്ടു. അപ്പോൾ 3 ഡേയ്സിനകത്ത് ഡെലിവറി ചെയ്യുമെന്നാണ് അതിനകത്ത് ഇൻഫർമേഷൻ വന്നത്. പക്ഷേ 3 ഡേയ്സ് കഴിഞ്ഞു. 3 ഡേയ്സ് ഒരു കാലത്ത് തന്നെ ആ ഓർഡറിൻ്റെ അതിൻ്റെ ഒരു പാത്ത് ഉണ്ടല്ലോ, ഡെലിവറി ഫോളോ അപ്പ്, അതിൽ നോക്കുമ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി കസ്റ്റമറിലേക്ക് സ്റ്റോക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് വന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ എനിക്കൊരു മിസ്ഡ് കോൾ വന്നു. അതൊരു 1-2 സെക്കൻഡ് ആ ഒരു മിസ്ഡ് കോൾ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് വന്നു, കസ്റ്റമർ ഈ ഫോൺ പിക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഡെലിവറി ചെയ്യാവുന്നതാണ് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ഇതൊന്നും ഡൗട്ട് തോന്നി. കാരണം നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഫോൺ എടുക്കാനുള്ളൊരു സമയം വേണ്ടേ? അപ്പോഴത്തേക്കും മിസ്ഡ് കോൾ തന്ന് അവർ കട്ട് ചെയ്ത് കസ്റ്റമർ പിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ അത് തിരിച്ചു വിളിച്ചപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ആരോന്നറിയില്ല, 0484 എന്ന് തുടങ്ങുന്ന ഒരു നമ്പറാണ്. എടുക്കുന്നില്ല. ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, ഒരു 5-8 തവണ വിളിച്ചു, എടുക്കുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ വീണ്ടും ട്രൈ ചെയ്തു. അപ്പോഴും ഈ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ ആ ഒരു നമ്പർ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. 3rd ഡേയും ഞാൻ ഇതേപോലെ ആവർത്തിച്ചു, അപ്പോഴും എടുക്കുന്നില്ല. അങ്ങനെ ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. ആമസോണിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഡെലിവറി നമ്മൾ ഒന്നുകിൽ റിട്ടേൺ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ആ ഒരു എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം എന്ന് കണ്ടുപിടിച്ച് ഞാനതിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ സോറി ഖേദമൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ആ ഡെലിവറി പോയി ചെയ്ത് ശരിയായിട്ടില്ല എന്നുള്ള ഒരു സാന്ത്വനം എല്ലാം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവർ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തു. വിതിൻ 24 hours ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. 24 hours വീണ്ടും കഴിഞ്ഞു, ഡെലിവറി ആയില്ല. വീണ്ടും ഞാൻ അവരെ വിളിച്ചു. വീണ്ടും അടുത്ത 24 hours കഴിഞ്ഞു. അങ്ങനെ 3 24 hours അവർ എക്സ്ക്യൂസ് തന്നു. അത് മാറി ഓരോരോ ദിവസവും ഓരോരോ എക്സിക്യൂട്ടീവ്സാണ്. അങ്ങനെ ഫൈനൽ ഡേ ഞാൻ പറഞ്ഞു ഇതെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇനി നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കേണ്ട, ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം. എനിക്കൊരു 24 hours കൂടെ സമയം തരണം. അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക, എന്താണെങ്കിലും അതിനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞനുസരിച്ച് എക്സിക്യൂട്ടീവ് വിളിച്ചു. പറഞ്ഞു ആ ഒരു സ്റ്റോക്ക് സപ്ലയറിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ പേയ്മെൻറ്റ് തിരിച്ചു തരുന്നതാണ് എന്നൊരു അനുഭവം ഉണ്ടായി. ഫ്ലിപ്കാർട്ടിൽ നിന്നോ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.